ആ, ഇത് ഉമ്മാന്റെ ഒരു കലാവിരുതുകളാ. ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതെന്ന് വെച്ചാല് ഉമ്മ ഓരോ സാധനം, ഇത് മീനിന്റെ കവറ്, ഇത് ഇത് മീനിന്റെ കവറ്, ഇത് പാലിന്റെ കവറ്, ഇതും മീനിന്റെ കവറ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഇതാക്കിയിട്ട് മീനിങ്ങനെ മാറ്റി വെച്ചാൽ ഉമ്മപ്പടി ഇതെല്ലാം കഴിയിട്ട് അപ്പാട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. എന്താ ഉമ്മാക്കുമ്പോ ഒട്ടുള്ളൂ, ഒട്ടട. ആ എന്താ അറിയണല്ലേ. എതില്ല നല്ല തന്നെ അലഹമില്ല നല്ല തന്നെ. ഞാൻ വിചാരിച്ചിരിക്കുന്നു അങ്ങനെല്ലാം കൈ വരുമ്പോഴത്തേക്ക് അമ്മിക്കണെല്ലാം കുറെ കഴുകണം വൃത്തിയാക്കണ്ടേ. മർജാൻ അത്രേ ഉള്ളൂ, തുണിയില്ല. അപ്പൊ കൈ തന്നെ, കൈനെ കൊണ്ട് ഇങ്ങനെ വെക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ ഒന്നിനൊരു കുറവും കളിക്കാറ്. നമ്മള് എന്താ പറയാ, എന്ത് കച്ചറ ഓടെ ഇത് തന്നെയായാലും അതിന് തൊട്ടിട്ടങ്ങ് പോകണം. അതിനുള്ള കുറവൊന്നും കളിക്കാം. നമ്മള് ബേസിൽ നമുക്ക് എല്ലാവർക്കും കൈയിടുന്ന ഭയങ്കര ഇതായിരിക്കും. പക്ഷെങ്കിൽ നമ്മളൊന്നും നാണിക്കാറ്, ഇങ്ങനെ കൈയിട്ടിട്ട് അതിനകത്തുള്ള കച്ചറ മൊത്തം ഇങ്ങ് എടുക്കുക. ഇത് വെള്ളം പോകത്ത് അങ്ങനെ ഒന്നേന്. ഇത് നമ്മള് ഒരു സാധനം ഇതാക്കിയിട്ട് പിന്നെ ഇത് വെള്ളം കൊണ്ട് കളിക്കാൻ നിൽക്കുക. അന്നേരം നമുക്ക് എന്താ പറയാ, ഭയങ്കര പണി കൂടുതലുള്ള പോലോ. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ സൈഡിൽ മാറ്റി വെക്കണം. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒറ്റക്കേട്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് ഇന്ന് ഒന്ന് കണ്ടന്റ് ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഉമ്മാട് പറഞ്ഞു ഇവിടെ കുറെ ഇങ്ങനെ പ്ലേറ്റും ഇതെല്ലാം കഴുകുന്നുണ്ട്. ഇത് ഇന്നലെ മുതലേ ഞാൻ ഉമ്മാട് പറഞ്ഞില്ലേ ഇന്നലെ കഴുകണ്ടാന്ന്. പക്ഷെ ഇന്നലെ കഴുകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഉച്ചയായി. അപ്പൊ അതുവരെയുള്ള കുറച്ച് പാത്രമുണ്ട്. ഞാൻ ചെന്ന് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് ചെയ്യാന്ന് വെച്ച്. എന്തെങ്കിലും ഇത് വേണ്ട, ഡെയിലി ഇടണമെന്നുണ്ട്. പക്ഷെങ്കിൽ അതിന് ഒരു കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതന്നെ. ഇനി നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ കച്ചറുള്ള സാധനം നമുക്ക് ക്ലീൻ ആക്കണം. ഫസ്റ്റ് ഇവിടെ ഇന്നത്തെ ചട്ടി ഉണ്ട്, പിന്നെ കുക്കർ, എല്ലാം വൃത്തിയാക്കേണ്ട സാധനങ്ങളാണ്. ഇന്ന് അതുകൊണ്ട് ഉമ്മാക്ക് കുറച്ചൊരു ഉപകാരപ്പെട്ട്. ഇതിപ്പോ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നും എനിക്ക് ഇതില്ല. ആദ്യം ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടുന്ന് എടുത്ത് മാറ്റാം. പിന്നെ വേറെ ഓരോരോ കണ്ടന്റുകളെല്ലാം ഇങ്ങനെ എന്താ പറയാ മനസ്സിലുണ്ട്. പക്ഷെ അതെല്ലാം എന്താ പറയാ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് അല്ല അത്. എന്താ പറയാ കുറച്ചൊരു ടൈം എടുത്തിട്ട് ചെയ്യേണ്ടതാ സാധനങ്ങള്. അപ്പോ അതിനെല്ലാം കുറച്ചൊരു ഡിലേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വെച്ചാൽ എന്തായാലും വെറുതെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും അങ്ങ് വീഡിയോ എടുത്തങ്ങ് ഇടുക വെച്ചിട്ട് അങ്ങനെ ഇതാക്കുന്നത്. അപ്പൊ പ്ലാസ്റ്റിക്കിന് വേറെ തന്നെ ഒരു ഇതിലിടുന്നുണ്ട്. പ്ലാസ്റ്റിക് അല്ലേ? ഇത് പ്ലാസ്റ്റിക് തന്നെ. ശരിക്കും ഇതെല്ലാം ഉമ്മ ഇന്നലെ രാത്രി തന്നെ കഴുകേണ്ട കഴുകുന്ന സാധനങ്ങളാണ്. പക്ഷെ ഞാൻ ഉമ്മാട് പറഞ്ഞതാ, ഉമ്മ ഇന്ന് കഴുകണ്ട, ഞങ്ങൾക്ക് നാളെ ഒരു കണ്ടന്റ് വേണം, എന്നാൽ അതിന് വേണ്ടിയിട്ട് ഇതാക്കാന്നുള്ള മറ്റ്. അതുകൊണ്ട് ഉമ്മ ഇന്ന് ഇതാക്കാണ്ട് വെച്ചു. അതുകൊണ്ട് കുറച്ചധികം സാധനം ഉണ്ട് എന്ന് തോന്നുന്നു. ഇനി ശരിക്കും എല്ലാം ഇതായി വൃത്തി. ഇനി നമുക്ക് ശരിക്കും കഴുകുന്നതിലേക്ക് കടക്കാം. ആദ്യം ഇതെല്ലാം എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വെക്കാം, നമുക്ക് കുറച്ചും കൂടി ഈസി. ഓക്കെ, ഫസ്റ്റ് പാട്ടയിൽ തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് നമ്മളിത് അതിന് സാധനം എടുത്തിട്ട് ഫസ്റ്റ് പാട്ടിന്റെ ഉള്ളു കാണും. അതാണ് നമ്മളെ ഫസ്റ്റത്തെ ജോലി.
ഉള്ളി കഴിഞ്ഞാൽ പിന്നെ പുറം, അങ്ങനെ ഒന്നേന് ഇത് നമ്മള് ഒരു സാധനം ഇതാക്കിയിട്ട് പിന്നെ ഇത് വെള്ളം കൊണ്ട് കളിക്കാൻ നിൽക്കണം. അന്നേരം നമുക്ക് എന്താ പറയാ ഭയങ്കര പണി കൂടുതലുള്ള പോലെ. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ സൈഡിൽ മാറ്റി വെക്കണം. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒറ്റക്കകല് അതാ നടക്കുള്ളൂ. അന്നേരം വെള്ളം വേസ്റ്റ് ആവില്ല. പിന്നെ നമുക്ക് എന്താ പറയാ ഇതിപ്പോ ഒരു പാത്രം എന്നിട്ട് പിന്നെ വെള്ളം കൊണ്ട് കൈയിട്ട് അന്നേരം സോപ്പെല്ലാം പോക്കണോ, എന്നിട്ട് എല്ലാം ഇതായിട്ട് പിന്നെ അത് മാറ്റി വെച്ച് പിന്നെ അടുത്ത ഇതാക്കുമ്പോൾ സോപ്പ് എടുത്തിട്ട് പിന്നെ ഇതാക്കണം, എന്നിട്ട് പിന്നെ സോപ്പ് വേണം. അങ്ങനെ കുറേ പണിയുണ്ടാവും. അതുകൊണ്ട് എല്ലാം ആദ്യം തേച്ച് കയറ്റി ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രം ഗ്ലാസ് വെള്ളം കൊണ്ടുപോവുക. അത് എൻ്റെ ഒരു ട്രിക്കാണ്. ഇപ്പൊ വെറും കേൾക്കുന്ന മാത്രമായതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് രസം ഉണ്ടാവില്ല എന്നറിയാം. പക്ഷെ എന്നാലും എനിക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് ഇടുന്നതെന്നേ ഉള്ളൂ. നമുക്കറിയാം ഇതെല്ലാം ഒരു കണ്ടന്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റൂല എന്നറിയാം. എന്നാലും ഒരു രസമല്ല. നിങ്ങള് എന്തായാലും വെറുതെ വെക്കുന്നില്ല, അന്നേരം വെറുതെ അങ്ങ് ഇരുന്ന് കണ്ടുകൂടി, പ്രശ്നമൊന്നുമില്ല, നോ പ്രോബ്ലം. കുക്കറിന് മൂടിയുണ്ട്, പക്ഷെ കുക്കറില്ല. അതെന്തെങ്കിലും കറി ഉണ്ടാവും അതിനകത്ത്. ഇപ്പോ പറഞ്ഞത് കുക്കറിന് മൂടിനെ കൊണ്ടല്ല കുക്കർ പൊട്ടുക. ഏതായാലും അതങ്ങ് ഇതാട്ടെ, വെറുതെ ഇതാക്കണം. എനക്കൊരു 8-9 മിനിറ്റിന്റെ വീഡിയോ കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഈ കളിക്കുന്നത് ഞാൻ. ഇതിപ്പോ നമുക്ക് ഡെയിലി ഇങ്ങനെ ഓരോന്ന് ഇതിപ്പോ ഞാൻ ആഴ്ചയിലും ഇടുന്നതായിട്ടാണെങ്കിൽ പ്രശ്നമില്ലായിരിക്കാം. ഇത് ഡെയിലി ഇടുന്നതുകൊണ്ട് ഈ കണ്ടിന് ഭയങ്കര ക്ഷാമമുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കണ്ടന്റോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. നമുക്ക് നോക്കി ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാം. പിന്നെ കുറെ ഇതുണ്ട്, കുറെ ആൾക്കാർ ഞാൻ പണ്ട് ഇങ്ങനെ വ്ളോഗ് അതിന്റെ ഓപ്പറേഷന് മുന്നേ പണ്ട് വ്ളോഗ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിരുന്നു ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ്, പിന്നെ ഹോം ടൂർ എല്ലാം പറ്റും. പക്ഷെ അല്ല, ഞാൻ വെച്ച് ഇപ്പം ചെയ്യണ്ട. എന്താന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് അത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ല. പിന്നെ നിങ്ങള് ഇതുവരെ എന്തായാലും വ്ളോഗ് രസമുണ്ടല്ലോ, അന്നേരം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എന്തായാലും ഞാൻ നല്ല നല്ല ഒരു സാധനമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് വരും. അന്നേരം ആരെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. എന്നിട്ട് പോയിന്റിൽ ഇതായില്ല എന്ന് വെച്ചാല് ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് കുറവാ. അന്നേരം ഇപ്പൊ ഇതാക്കിയാല് എന്തായാലും എന്താ പറയാ ഒരു ആൾക്കാർക്ക് ഒരു എനിക്കൊരു ചെയ്യുന്നതിനൊരു മോട്ടിവേഷൻ വേണ്ടേ. ആൾക്കാർ കാണും, അതുകൊണ്ട് നല്ലവർക്ക് ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അത് എനിക്ക് കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ട് ചെയ്യാവുന്ന ഒരു പ്ലാന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അന്നേരം എൻ്റെ ഹോം ടൂറും ഡേ ഇൻ മൈ ലൈഫും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം ഒന്ന് തേച്ച് കെട്ടെ, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കാണാം. സുഹൃത്തുക്കളെ ഇതാ എല്ലാം ഞാനിപ്പോൾ സോപ്പിട്ട് എല്ലാം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഇതെല്ലാം കഴുകാം. ഫസ്റ്റ് തുടക്കം തന്നെ ഈ ചെറിയ കത്തിന്ന് തുടങ്ങാം. പറഞ്ഞോണ്ട് ഇതിപ്പോ ഈ സൈഡ് വൃത്തിയാക്കണ്ട. ഒരു മിനിറ്റാ, ഞാൻ ഒന്ന് ഈ സൈഡ് ഒന്ന് തുണിയില്ല, അപ്പൊ കൈന്ന് കൊണ്ടിങ്ങനെ വെക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ ഒന്നിനൊരു കുറവും കളിക്കാറ്. നമ്മൾ എന്താ പറയാ എന്ത് കച്ചറ ഓടെ ഇത് തന്നെയായാലും അതിന് തൊട്ടിട്ടങ്ങ് പോകണം. അതിനൊക്കെ കുറവൊന്നും കളിക്കാറ് നമ്മള്. തുണി കാണാത്തോണ്ടാണ്. തുണി കാണുന്നില്ല. ഇല്ല, തുണി കാണില്ല. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും നമുക്ക് ചെറുത് തുടങ്ങാം. ചെറിയ കത്തി, ലിറ്റിൽ കത്തി.
ഇനി പിന്നെ ചെറുത് ആയാലും പിന്നെ ഏറ്റവും വലുതെടുക്കുക. ഇങ്ങനത്തെ ബോറടിക്കാണ്ടിരിക്കാണ് ഞാൻ മൂളിപ്പാട്ടെല്ലാം പാടുന്നത്. റാസ് വെച്ചോളി. ഞാൻ വീഡിയോ അത്ര ലോങ് ആക്കണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളാരും പേടിക്കണ്ട, ഒന്നും കൊണ്ട് പേടിക്കണ്ട. മർജാനുണ്ട് എല്ലാം ശരിയാവും. ഇല്ല, ഞാനെന്തായാലും നിങ്ങളെ ഇത്ര ലാഗ് അടിപ്പിക്കുന്നു. എന്തായാലും വീഡിയോ എന്തായാലും ഞാന് സ്പീഡ് കൂട്ടാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കണ്ടോ. നിങ്ങൾ കൂട്ടണ്ട, ഞാൻ തന്നെ വീഡിയോ എഡിറ്റിങ്ങിൽ സ്പീഡ് കൂട്ടാം. ഇനി നമുക്ക് എന്തായാലും സ്പീഡ് കൂട്ടിയിട്ട് കാണാം. സുഹൃത്തുക്കളെ, ഇതാ ഏകദേശം കഴിഞ്ഞ്. അപ്പോ ഈ ചട്ടിയിൽ നമ്മൾ ചട്ടിയിലല്ലേ നമ്മൾ തുടങ്ങി, വേറെ അതിൽ തുടങ്ങി. അപ്പൊ നമ്മൾ ചട്ടിയിൽ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ ഇന്നത്തെ വീഡിയോയില് ഉമ്മി ഉപ്പൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇതുവരെ ഇതാക്കിയത്. അതിന്റെ റിയാക്ഷൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഈ തണയും കൂടി ഒന്ന് നിങ്ങളുടെ നാട്ടിൽ ഈ തണക്ക് എന്താ പറയാമെന്നൊന്ന് കമന്റ് ചെയ്തേക്ക്. നിങ്ങൾ എന്തായാലും വെറുതെ വെക്കുന്നല്ലേ, എന്തെങ്കിലും ഇങ്ങനെ കമന്റ് ചെയ്തോട്. അപ്പൊ ഇവിടെ ഏകദേശം ഇതായി. കച്ചറിൽ വേനിയിപ്പോ ഒന്ന് ബർത്ത് ഓക്കെ. അപ്പോ ഓക്കെ, അനുഗ്രഹം. ഇനി ഈ ബേസിൽ നമുക്ക് എല്ലാവർക്കും കൈയിടുന്ന ഭയങ്കര ഇതായിരിക്കും. പക്ഷെങ്കിൽ നമ്മളൊന്നും നാണിക്കരുത്. ഇങ്ങനെ കൈയിട്ടിട്ട് അതിനകത്തുള്ള കച്ചറ മൊത്തം ഇങ്ങ് എടുക്കുക. ഇത് വെള്ളം പോകത്ത് പോകുന്നുണ്ട്. നമ്മളൊരിക്കലും ഒന്നിന് നാണിക്കരുത്. നാണം മീൻസ് ഒരു കുറവ് കാണിക്കരുത്. എല്ലാം നമ്മൾ എന്താ പറയാ, ഏതറ്റം നാണം കിടുന്നു അത്രയും അറ്റം നമ്മൾ നാണം കാണും. അന്നേരം നമുക്ക് എന്താ പറയാ, പിന്നെ എന്ത് ചെയ്യാൻ നമുക്കൊരു പേടി ഉണ്ടാവില്ല. ഇത് നാണമെന്നൊന്നും പറയാൻ പറ്റൂല. അന്നേരം നമുക്കൊരു അറപ്പുണ്ടാവല്ലോ. നാണല്ല, അറപ്പ്. നമുക്ക് എത്ര അറപ്പുണ്ടെങ്കിലും അല്ല നമ്മൾ ഫേസ് ചെയ്താൽ ആ അറപ്പെല്ലാം നമുക്ക് മാറും. അതാണ് ഇങ്ങക്ക് തരാനുള്ള ഒരു ഇത് എന്നറിയാം, ഒരു പാഠം. അപ്പൊ എന്തായാലും ഇതൊന്ന് ഇതിനകത്തുള്ള വെള്ളം ഒന്ന് വറ്റിക്കട്ടെ. പിന്നെ വെള്ളം ഇതാ തീരുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയുക. ഇത് ഉമ്മാന്റെ ഓരോ കലാവിരുതുകളാ. ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതെന്ന് വെച്ചാല് ഉമ്മ ഓരോ സാധനം, ഇത് മീനിന്റെ കവറ്, ഇത് മീനിന്റെ കവറ്, ഇത് പാലിന്റെ കവറ്, ഇതും മീനിന്റെ കവറ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഇതാക്കിയിട്ട് മീനിങ്ങനെ മാറ്റി വെച്ചാൽ ഉമ്മപ്പടി ഇതെല്ലാം കഴിയിട്ട് അപ്പാട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. എന്താ ഉമ്മാക്കുമ്മ ഒട്ടുള്ളൂ, ഒട്ടടാ. പിന്നെ പാല് ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ആറ്റം വെക്കും. ഇങ്ങനെ താഴോട്ടേക്ക് ഇതെല്ലാം ആറിക്കഴിഞ്ഞാൽ എടുത്തിട്ട് കഴിഞ്ഞ് ചാടും. അപ്പൊ ഇത് ഞാനിപ്പം അതുകൊണ്ട് ഭാഗം. അപ്പൊ അതും ക്ലീനായി. അപ്പോ എന്തായാലും വെള്ളം ഏകദേശം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. മീനകത്തുള്ള കച്ചറകൾ എടുക്കുക എന്നുള്ളൂ പണി. ഇതെല്ലാം ക്ലീൻ ആക്കിയാൽ ഞാനിപ്പോ ഒരു സംഭവം കാണുന്നത് എന്ന് വെച്ചാൽ ബേസ് കുറച്ചൊരു വൃത്തിക്കിടുന്നു. അന്നേരം ഏതായാലും തണയും പ്ലേറ്റെല്ലാം വൃത്തിയാക്കി. ഇനി ബേസും കൂടി അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അതും കൂടി ഉമ്മ ട്രിപ്പിൾ ഹാപ്പി. അപ്പൊ എന്തായാലും ഇതും ഒന്ന് തേച്ച് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക മാത്രം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് ഇനി വീഡിയോ അത്രയും ലോങ് ആക്കുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഉമ്മാന്റെ ഉപ്പാന്റെ റിയാക്ഷനിലേക്ക് പോവാം.
ഇതെല്ലാം ഞാൻ ഇപ്പൊ വൃത്തിയാക്കിയ സാധനങ്ങൾ. പിന്നെ ബേസ്, തണ, പിന്നെ അതാ പാത്രങ്ങൾ, ഇതെല്ലാം. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെല്ലാം ഇനി കണ്ടന്റ് ആക്കിയിട്ട് ഇടുന്നു? പക്ഷെ കണ്ടന്റ് വേണ്ട, ഡെയിലി ഇടേനി, സാധനം വേണ്ടേ. ഇതാണെങ്കിൽ വീഡിയോ എടുക്കേനി ഒരു എന്താ പറയാ, എന്തായാലും ഒരു കൂടിപ്പോയാൽ ഒരു 1-1.5 മണിക്കൂർ എന്തായാലും ഒരു വീഡിയോ ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ചെറിയ ഷോർട്ടായിട്ട് കാണാം. എഡിറ്റ് ചെയ്യാന് എന്തായാലും ഒരു 3-3.5 മണിക്കൂർ എന്തായാലും ഉണ്ട്. എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് എനിക്ക് പിന്നെ അതിന്റെ ബി റോള് ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് കാണുമല്ലോ ഈ വീഡിയോയിൽ എന്തെല്ലാം ഉൾപ്പെട്ടെ എന്നല്ല, മറ്റേ മുമ്പില് ഫസ്റ്റ് അത് കണ്ടുപിടിച്ചിട്ട് അത് ഇതാക്കിയതിന് വേണ്ടി പിന്നെ അത് ഓഡിയോ ക്ലിയർ ആക്കണോ, എന്നിട്ട് പിന്നെ എക്സ്പോർട്ടിന് വേറെ ഒരു കുറച്ച് സമയം ഉണ്ടാവും. എന്നിട്ട് പിന്നെ അത് കുറച്ച് ടൈം ഉണ്ടാവും. പിന്നെ ഇവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ നെറ്റ് ഒന്നും എടുക്കില്ല. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റിന്റെ വീഡിയോ എന്തായാലും ഒരു 4-4.5 മണിക്കൂർ എന്തായാലും അപ്ലോഡിങ്ങിന് വെക്കണം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഡെയിലി ഇങ്ങനെ ഇടണം സാധനം. അപ്പോ അതും ഇതാക്കണോ, പിന്നെ കണ്ടന്റും ഇതാക്കണോ, എല്ലാം കൂടി ഇതായിട്ട് എന്താ കണ്ടന്റ് വേണ്ട സാധനം ഇടേനെ. അപ്പോ ഞാൻ ഡെയിലി നമ്മളെ വീട്ടിലാണെങ്കിൽ ഇത് ചിലപ്പോ പറയാൻ പറ്റൂല. എൻ്റെ മറ്റേ വീഡിയോസ് ഒന്നും ഓടാത്ത അതുപോലെ ആയിരിക്കൂല, ചിലപ്പോ പറയാൻ പറ്റൂല എന്നാണ്. ചിലപ്പോ നമ്മള് ഇത്ര റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന സാധനം ഒന്നും ചിലപ്പോൾ വർക്കാവൂല. കുറെ ആൾക്കാർ ഇതുണ്ടെങ്കിൽ നമ്മളെ കുറെ നല്ല എഫേർട്ട് ഇട്ട് ചെയ്യുന്നൊന്നും ചിലപ്പം വർക്കാവൂല. ഇങ്ങനെ ഇതേപോലത്തെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒന്ന് ചെയ്യാണ്ട് ഇതാക്കുന്നതിലാണെങ്കിൽ ചിലപ്പോൾ അത് ഇത് കത്തുമെന്ന് പഠിച്ചോന്നറിയാം. അപ്പോ ഇനി എന്തായാലും നമുക്ക് ഉമ്മാന്റെ റിയാക്ഷനിലേക്ക് കടക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ ഉമ്മ ഇതുവരെ കണ്ടിട്ടില്ല സംഭവം. എങ്ങനെയുണ്ട്? മാഷാഅല്ലാ, ഒരു പെൺകുട്ടി എന്തെല്ലാം ചെയ്തു മനസ്സാരില്ല. ഇതെല്ലാം എടുത്തിട്ട് എനിക്ക് വെക്കറേനാ, ഇതിങ്ങനെ പരത്തി അത് മറന്നുപോയി സംഭവം. എല്ലാം എടുത്ത് നല്ലോണം മുടിയെല്ലാം തുടച്ച്. അല്ല, സാധാരണ ഉമ്മ കൈയിട്ട് അവിടെ ഇങ്ങനെ വെക്കല, ഇങ്ങനെ ഇത് എന്റെ ലാസ്റ്റ് തട്ടണം. പക്ഷെ എങ്കിൽ എന്നോട് മറന്നുപോയി തട്ടിൽ വെക്കല്. അത് വെക്കണം. എന്നിട്ട് ആടെല്ലാം വെള്ളം എല്ലാം വെടിച്ച് നല്ല ഇതാക്കണേ. ഇത് വെടിക്കുന്നില്ല, എല്ലാം എടുത്ത് കൊണ്ടുപോയി മറിക്കണം. പച്ചറിയെല്ലാം ഇവിടെ വെക്കാൻ പാടില്ല കൈ കഴിഞ്ഞാല്. ഇതിപ്പോ എത്തിപ്പണിയല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഇത് വെക്കണോന്ന്. ഞാൻ ബാത്റൂം എന്താ ഞാൻ ചിങ്ങപ്പുറം തേക്കട്ടെന്ന് വെച്ച് വരുമല്ലേ കാണുന്നു. ക്ലീനിങ് ഞാൻ കൈ വൃത്തിയായി, അത് അൽഹംദുലില്ല. ഇനി വേഗം പണി ബാക്കി എടുത്തോ, എല്ലാം തുടച്ച് വൃത്തിയായി. ഇനി എന്തായാലും ഉപ്പാന്നെ ഉണ്ടാവില്ല, ഉപ്പ ഉറങ്ങുന്ന. അപ്പൊ എന്തായാലും എനിക്ക് ഇന്ന് വീഡിയോ ഏതായിക്കണമെങ്കിൽ ഇന്ന് തന്നെ ഇടണം. ഇതിടക്ക് കളിച്ച കളിന്നെല്ലാം വീഡിയോ നോക്കിയാൽ കാണാം. ഞാനറിയല്ലേ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതൊന്നും ഇല്ല, ചെലപ്പോ ഇല്ല, പറയാൻ പറ്റൂല ഇങ്ങനത്തെ നല്ല വൃത്തി കൈക്ക്. പക്ഷെ ചട്ടിയുള്ള കരി പോയില്ല. കരി ഇതാ കരിയല്ല, മീനിന്റെ അടി പിടിച്ച അതൊന്നല്ല. എല്ലാം വൃത്തി പടിയെടുത്ത് പഠിക്കണോ. നല്ല വൃത്തിയുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യണോ. അല്ല, ഫസ്റ്റ് പണി പഠിക്കുമ്പോ വൃത്തിയിൽ എപ്പോ പണി പഠിക്കുമ്പോ ഫസ്റ്റ് ഉമ്മാന്റെ ഫസ്റ്റ് ഉമ്മാനെ അങ്ങനെ കളിയാക്കില്ല. ഫസ്റ്റ് എന്താ പറയാനുള്ള നല്ല തന്നെ അൽഹംദുലില്ലാ, നല്ല തന്നെ. ഞാൻ വിചാരിച്ചിരിക്കാൻ അങ്ങനെല്ലാം കൈ വരുമ്പോഴത്തേക്ക് അമ്മിത്താണെല്ലാം കൊറേ കഴുകിയെല്ലാം വൃത്തിയാക്കണ്ടേ. മർജാൻ അത്രേ ഉള്ളൂ. പിന്നെന്തായാലും ഉപ്പന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ, ഉപ്പ നല്ല പോത്ത് പോലെ നമ്മുടെ ഈ സാധനം ഇതെല്ലാം നല്ല വൃത്തിയാക്കി, ഇതെല്ലാം നല്ല വൃത്തിക്കായിട്ട്. അതൊന്നും കാണാത്തതാ കച്ചറകൾ. സൂപ്പർ സൂപ്പർ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൻ വെൽവെട്ട് ബെല്ലൈക്കണെന്നും പറയൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് മോനെന്ത് പണിയെടുക്കുക, ഈ അമ്മിത്തണ തേച്ചിട്ട് നല്ലോണം തുടച്ച് ബാക്കിയുള്ള പണിയും കൂടി അങ്ങ് എടുക്കും. വീഡിയോ അല്ലേ, ഞാനിപ്പോ ഇതില്ലേ ഓഫാക്കുന്ന ബട്ടണ് അതാ മർത്തിയ, ഞാൻ അപ്പാട് പോയിട്ട് ഒറ്റക്കെടുത്തായിരിക്കുക. ഞാൻ പിന്നെ ഈ ഭാഗത്ത് വരൂല. ഇന്നത്തെ കണ്ടന്റ് ഉള്ള സാധനമായി. എന്നാലും വൃത്തിയായി, എനിക്ക് സമാധാനായി. ഇവിടെ തുടക്കല്ലേ ചെയ്യണ്ട. ഇപ്പൊ ഉമ്മ എനിക്ക് ഇതിനും വേണ്ടിട്ട് എനിക്ക് കേൾക്കാൻ കൊടുക്കും ഞാൻ. കണ്ടന്റ് ഇല്ലാത്ത ഞാൻ വരാം. അപ്പൊ ഉമ്മാന്റെ ഓരോ കണ്ടന്റുകൾ ഉണ്ട് അല്ലേ.
എന്ത് സാധനങ്ങള് വരൂലേ, എന്തെങ്കിലും വരൂലേ? ഇവൻ അന്യം കാത്തു കുത്തിരിക്കും. ഇതില്ലേ കുറെ ദിവസമായി മിച്ചത്തിൽ സംഭവം എന്താ പറയുക, ഡെയിലി കണ്ടന്റ് ഇടുന്നോണ്ട് കണ്ടന്റിന് ക്ഷാമോ. കണ്ടം കുത്തുമ്പോട് അങ്ങനത്തെ അങ്ങനത്തെ ഇതായിട്ട് ഞാൻ എന്തായാലും വരും. അപ്പോ ചാനൽ ഇതില് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്കും ചെയ്യാം, പിന്നെ നടന്നു പോകുന്നിടത്തെല്ലാം അങ്ങ് എടുത്താ മതി വീഡിയോ. അങ്ങനെ ഞാൻ വിചാരിച്ചു നടന്നു പോകുന്നിടത്തെല്ലാം അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങ് എടുത്താലേ ഓരോന്ന് കിട്ടും. അപ്പൊ ഇനി എന്തായാലും നാളെ സ്പീക്കർ ലാസ്റ്റ് വീട് പോയി. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നാളെ കാണാം. നാളെ ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, സ്പീക്കർ ഓടാടാ.